presenting before you the viral star Prithimaa. Viral star എന്ന് ഞാൻ എടുത്തു പറഞ്ഞെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. ഒറിജിനൽ വോയിസിനെക്കാട്ടിലും കൂടുതൽ മിമിക്രി ചെയ്യുന്ന വോയിസുകളാണ് അല്ലെ. ഇന്ന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്നൊക്കെ വെക്കുന്നു? ചെറുതായിട്ട് തൊണ്ടയ്ക്ക് ചെറിയൊരു കിരികിരിപ്പ്. ശരി, എന്നാൽ ഈ കിരികിരിപ്പിൽ നിന്ന് അല്ലേലും ഇത് കണക്ക് പ്രോഗ്രാം ഉള്ള സമയത്ത് എങ്ങനെയെങ്കിലും ഒക്കെ വരും. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഡബിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സീരിയൽ ഡബ് ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ കുറെ സിനിമയൊക്കെ ചെയ്യാൻ പറ്റി. അടിപൊളി, സൂപ്പർ. അപ്പൊ എന്തായാലും പ്രീതിമയുടെ പെർഫോമൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാ പരിപാടി തുടങ്ങുന്നില്ലേ? തുടങ്ങാം. ശരി, കാണാം. നാട്ടിൽ ഞാൻ സൈക്കിൾ ഓടിക്കൂട്ടോ. സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ ഡ്രൈവിംഗ് എളുപ്പമാവുന്നേട്ടാ. അച്ഛൻ പറഞ്ഞത് നേരാ. അരുണേട്ടൻ മഹാഭിമാനിയാണെന്ന്. നേരിട്ടൊരൊറ്റ ചോദ്യം ശ്രീ വി വി രാജേഷ്. നേരിട്ടൊരൊറ്റ ചോദ്യം ശ്രീ വി വി രാജേഷ്. അസ്സാം ഭാരത് റേഷന്റെ കാര്യം വരുമ്പോൾ ഇപ്പോൾ പുറത്താക്കപ്പെട്ടിട്ടുള്ള 19 ലക്ഷം പേരിൽ മുസ്ലിങ്ങളല്ലാത്ത 13 ലക്ഷം പേർക്കും ഇന്ത്യയിലെ നിയമം ബാധകമാകുമല്ലോ അല്ലേ? അവനെ ഹഗ് ചെയ്തേനല്ലേ ഈ കുശുമ്പ്. അസൂയാർഹമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു ഫ്രണ്ടിനെ കെട്ടിപ്പിടിച്ചു വന്നിരിക്കും, ചിലപ്പോ ഉമ്മ വെച്ചു വന്നിരിക്കും. ബട്ട് എന്നെ സ്നേഹിക്കുന്ന 1000 ഇരട്ടി ഞാൻ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. അതിനേക്കാൾ ഒരു 10,000 ഇരട്ടി മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. വെറുതെ തർക്കിച്ച് ജയിക്കാൻ എന്നെ ഹേർട്ട് ചെയ്യാൻ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ആലോചിച്ച അനുഭവം തലയിൽ കൂടെ പോകുന്ന 10,000 കാര്യങ്ങളാ. അതൊന്നും നിനക്കറിയില്ല, അതുകൊണ്ട് മര്യാദക്ക് സംസാരിച്ചോ. ഞാൻ മാറില്ല. എനിക്ക് ഇപ്പൊ അറിയണം അവളെയാണോ വേണ്ടേ എന്നെയാണോ വേണ്ടേ. നീ പറഞ്ഞ അനുസരിച്ചിട്ട് പൊക്കോ. தெரியுது அதோகிட்ட ஓப்பனா சொல்லிடு. கதிச்சுதா பிடிக்கும், நான் கதிச்ச கூட்டுதா இருப்பேன், அது டைரக்டா சொல்லிடு. ഹലോ മോനെ, രംഗമോനെ, ഹാപ്പിയാണോ? ഹാപ്പിയാണോ? ഒരു നാടിനെ ജയിച്ച കള്ളനാ നിന്റെ അച്ചാച്ചൻ. ഒരു കള്ളനാവണമെങ്കിൽ ആദ്യം മണ്ണിനെ അറിയണം. സാർ എനിക്ക് ഗുരുവാണ്. യഥാർത്ഥത്തിൽ വിഷ്വൽ മീഡിയയിലേക്ക്, മാധ്യമ പ്രവർത്തനം എന്നുള്ളത് ചെറുപ്പത്തിലുള്ള ആഗ്രഹമാണെങ്കിലും വിഷ്വൽ മീഡിയയിലേക്ക് ഞാൻ വരാനുള്ള കാരണം NB നികേഷ് കുമാർ എന്ന് പറയുന്ന തീപ്പൊരി റിപ്പോർട്ടറാണ്. പേടിയും നിരാശയായിരുന്നു. എല്ലാത്തിനും ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ വഴക്ക് കേൾക്കുമോ എന്നുള്ള പേടി. പെണ്ണാണ് ഭരിക്കുന്നതെങ്കിലും പെണ്ണിന് എന്താണ് കുഴപ്പം? പെണ്ണിന് എന്താണ് കുഴപ്പം? ആണിന്റെ അന്തസ് കാണിച്ചു എന്നാ ഫിലിപ്പോസ് അങ്കിളോ? ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ പത്മ അനിയത്തിയ. മിസ്റ്റർ കുഞ്ഞാള് സ്മാർട്ടാട്ടോ, എനിക്കിഷ്ടായി. அதான் கேக்குறேன். இவ்ளோ சொல்றவே என்ன கூட திருக்குன்னு பச்சை சொல்ல வேண்டியதானே மிஸ்டர் குமரன். ആഹാ, നീയാണോ? എന്താ ദാസപ്പാ? ഈ മാധവൻ കുട്ടിക്ക് ഒരു ഇരട്ടപ്പേരുണ്ടായിരുന്നല്ലോ മോനെ, അതെന്തുവാ? ഈ മാധവൻ കുട്ടിക്ക് ഒരു ഇരട്ടപ്പേരുണ്ടായിരുന്നല്ലോ മക്കളെ, അതെന്തുവാന്ന്? ഈ പള്ളിയുടെ മുന്നിൽ വെച്ചാ എന്റെ മാത്തൂട്ടിച്ചായൻ എന്നോട് ആദ്യമായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. നീ നോക്കണ്ടടാ, നിന്റെ അച്ഛൻ ചോര തൊപ്പി തന്നെയാണോ ചത്തത്? അതിൽ നിനക്ക് അഭിമാനിക്കാപ്പെടാ. അച്ഛനെ കുട്ടി ആർക്കാടാ കാണേണ്ടത്? ആർക്കാടാ കാണേണ്ടത്? പ്രേമമെന്ന സിനിമ എന്റെ ജീവിതത്തിൽ തന്നെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ പോവാം. ഞാൻ ഒരിക്കലും നിങ്ങളെ പിടിച്ച് താണ്ടി ഇങ്ങനെ വെക്കത്തില്ല. എന്നൊന്നും ഞാൻ പറയത്തില്ല, തുറന്നങ്ങ് വിട്ടേക്കുവാ. നിങ്ങൾക്ക് പോകാം, വരാം. അവളുടെ കഥ കഴിഞ്ഞു. ഒരു കുമാരി കരഞ്ഞുകൊണ്ട് വരുന്നു. നമുക്ക് എന്താണ് തിരക്ക് മഹാരാജ? സൂപ്പർ സൂപ്പർ. 22 എണ്ണം അല്ലേ? ഞങ്ങൾ ഓരോന്നും കഴിയുമ്പോൾ കൈയടിക്കാനുള്ള ഗ്യാപ്പ് കിട്ടുന്നില്ല. അതെല്ലാം കൂടെ ചേർന്ന് നമ്മളിപ്പോ തരും. താങ്ക് യു. കിട്ടില്ലായിരുന്നു. മിക്ക വോയിസുകളും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ചില വോയിസുകൾ കേൾക്കാൻ പറ്റി അല്ലേ? ഇനിയുണ്ടോ ഐറ്റംസ്? അടുത്തത് നമ്മുടെ മമ്മൂക്കയുടെ ഫോൺ പേയുടെ ഒരു ശബ്ദമല്ലേ, നന്ദിയുണ്ട് എന്ന് പറയുന്നത്. അത് വേറെ ചില താരങ്ങൾ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതൊന്ന് ട്രൈ ചെയ്യാം. അതെ. ₹10 received on phone pay. Thank you. ഞാൻ പത്മ 50 രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷം. ഇനി പറഞ്ഞോട്ടോ. അപ്പൊ നന്ദിയുണ്ടേ. താങ്കൾ അയച്ചിരിക്കുന്ന 750 രൂപ ഞങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കുന്നു. നന്ദി, നമസ്കാരം. അടിപൊളി. ഇത് ഒരു തെറ്റായ നിലപാടാണ്. QR കോഡ് സ്കാൻ ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷുകൾ ലഭിക്കുകയില്ല എന്നറിയിക്കുന്നു. താങ്കൾ അയച്ചിരിക്കുന്ന മുഴുവൻ കാശും ഞങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു 10,000 രൂപ അല്ല 1,000 രൂപ അക്കൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട്.
150 രൂപ എന്ന് പറഞ്ഞപ്പോൾ 200 രൂപ ഇട്ടു അല്ലേ? എനിക്കറിയാം ചേട്ടൻ മഹാഭിമാനിയാ. അപ്പൊ നന്ദിയുണ്ടേ. താങ്ക് യു. കഴിഞ്ഞോ? ഓ ഇത് ഭയങ്കര നന്നായിരുന്നു കേട്ടോ, സീരിയസ്ലി. ആൻഡ് അവരുടെ ക്യാരക്ടർ പിടിച്ചിട്ട് അമൗണ്ടും അതിന്റെ രീതിയിൽ മാറിക്കൊണ്ടിരിക്കേണ്ടായിരുന്നു. സൂപ്പറായിരുന്നു, നന്നായിരുന്നു, ഭയങ്കര ക്രിയേറ്റീവ് ആയിരുന്നു. ഇത് സ്വന്തം കൺസെപ്റ്റ് ആണ് ഈ സ്വന്തം. പിന്നെ ഇങ്ങനെ ഓരോ താരങ്ങൾ പാട്ട് പാടിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ എന്റെ ഇൻസ്റ്റയിൽ ചെയ്തിട്ട് ഇടാറുണ്ട്. അങ്ങനത്തെ ഏതെങ്കിലും ഒരെണ്ണം ഇപ്പൊ നമുക്ക് കേട്ട് നോക്കിയാലോ? പറ്റുമായിരിക്കോ? ചെയ്യാൻ വേണം ഒരെണ്ണം ജസ്റ്റ്. എനിക്ക് അറിയാൻ വയ്യാണ്ടിരിക്കുന്നു, പക്ഷെ എങ്കിലും ഒരു ഫീലിംഗ് സോങ്ങിൻ്റെത് ഷാനി പ്രഭാകർ, പിന്നെ നമ്മുടെ സുജയ പാർവതി, പിന്നെ അമല പോള്, ഭാവന, ഇവരൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പാടിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് കേട്ടോ നോക്കാം അല്ലേ? ജനങ്ങൾ പറയുന്നത് മല്ലിക ബാണന്റെ അമ്പുകളിൽ തുടങ്ങാനാണ്. ഓക്കെ ശരി. ആരണ്ടി കൊസാരി ഏതണ്ടി കൊസാരി പൗത്തക്കുവ പതണ്ടി കൊസാരി. ഇത് ഒരു തെറ്റായ നിലപാടാണ്. പടുകൊണ്ട ഓസാരി, മലകൊണ്ട ഓസാരി, ഓസാരി അങ്ങനെന്തോ ആണ്. ഏല് നോക്കുന്നുണ്ടോ ഓസാരി ഓസാരി, ആ കാലി നോക്കുന്നുണ്ടോ ഓസാരി ഓസാരി, നൂപ്പക്കെന്താ പ്രേതൻ കെസാരി. അപ്പൊ ഞാൻ പാടുകയാണേ. വച്ചുണ്ടായി ഫീലിംഗ് സോങ്, വച്ചുണ്ടായി ഫീലിംഗ് സോങ്, വച്ച് വെച്ച് ചെമ്പേസ്തുണ്ടായി ഫീലിംഗ് ഫീലിംഗ്സോ. വെരി നൈസ്. സൂപ്പർ. കേട്ടോ, നമ്മള് ചോദിച്ചോണ്ട് അത് കിട്ടി നമുക്ക്. കൊള്ളായിരുന്നു, ഭയങ്കര ഇന്നോവേറ്റീവ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഫ്ലോറിൽ പല പെർഫോമൻസും മിമിക്രിയും വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം ഫീലിംഗ് സോങ്ങിനെ ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത വേറെ ഒരാളും കണ്ടിട്ടില്ല, ഒരാളും. ഐ തിങ്ക് ദിസ് ഷുഡ് ബിക്കം മോർ വൈറൽ, ഈ പർട്ടിക്കുലർ ഫീലിംഗ് സോങ്. താങ്ക് യു. ചേച്ചി പ്രീതിമൻ ഞങ്ങളുടെയൊക്കെ ഒരുപാട് ഷോയ്ക്കുള്ള സ്കിറ്റില് ഡബ് ചെയ്തിട്ടുള്ള ആളാ. അത് ഓരോ വോയിസ് അല്ല, ഒന്നിൽ കൂടുതൽ വോയിസ് ഒക്കെ ഡബ് ചെയ്തിട്ടുണ്ട് സ്കിറ്റിലൊക്കെ ഒരുപാട് വട്ടം. അല്ല എന്തായാലും ഇതിന്റെ ഇടയ്ക്ക് ഈ ഡബിങ്ങിന്റെ എല്ലാത്തിന്റെ ഇടയ്ക്ക് ഇത് പ്രാക്ടീസ് ചെയ്യുന്ന തന്നെ വലിയ കാര്യം. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവരെല്ലാരും പണ്ട് കുറെ എന്താ പറയാ സ്റ്റാൻഡപ്പ് കോമഡി അല്ലാതെ ഇതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു ടച്ച് പോയില്ലേ? കോമഡി ഇല്ലേ അല്ല അങ്ങനെയല്ല, ആ ടച്ച് പോയി. ഇപ്പൊ അങ്ങനത്തെ ഒരു ഇപ്പൊ എല്ലാരും ഇങ്ങനെ കുറെ ആർട്ടിസ്റ്റ് വന്നിട്ടേ സൂപ്പർവായി ചെയ്തിട്ടുണ്ട്. ആൻഡ് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള മനസ്സും ആൻഡ് ധൈര്യം, ഹാറ്റ്സ് ഓഫ്. അതാണ് ചേച്ചി എന്റെ ബിന്ദു മണിക്കൊക്കെ പൊളിഞ്ഞു പോകാനുള്ള റീസൺ. ഇനി മിണ്ടരുത്. ചേച്ചി എന്നാലും ഇത്ര അപ്രീസിയേഷൻ ഒക്കെ കൊടുത്ത സ്ഥിതിക്ക് നമുക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ സ്നേഹം കൂടെ കൊടുക്കണ്ടേ? പിന്നെ അപ്പൊ പ്ലീസ് ജോയിൻ. ഓക്കെ. പ്രീതിമ, ഞങ്ങളുടെ സ്നേഹ സമ്മാനം ലണ്ടൻ ക്ലാസിക്കിന്റെ രൂപത്തിലാണ് ലഭിക്കുന്നത്. ഓക്കെ.